അതെ, കാട്ടിലെ ഏറ്റവും ശക്തനായ മൃഗമല്ല സിംഹം. ഏറ്റവും വേഗതയുള്ളതും സിംഹത്തിനല്ല. പിന്നെ എന്തുകൊണ്ടാണ് സിംഹത്തെ രാജാവായിട്ട് പരിഗണിക്കുന്നത്? അതിന് കാരണം മറ്റൊന്നുമല്ല, അവന്റെ ആറ്റിറ്റ്യൂഡ്, അവന്റെ മനോഭാവം, അത് മാത്രമാണ്. ജീവിതത്തിൽ നിങ്ങൾ പല പ്രാവശ്യം തോറ്റുപോയിട്ടുണ്ടാകും. പരീക്ഷയില്, ബിസിനസ്സില്, ചിലപ്പോൾ പ്രണയത്തില്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തില് നിരവധി തവണ തോറ്റുപോയിട്ടുണ്ടാകും. സിംഹവും അതുപോലെ തന്നെയാണ്. സിംഹം വേട്ടയാടുമ്പോ 10-ൽ 8 തവണയും തോൽക്കാറുണ്ട്. പക്ഷെ അവൻ അതുകൊണ്ട് ആ വേട്ട നിർത്താറില്ല. അവൻ അവന്റെ അവന്റെ ലക്ഷ്യത്തെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. തോൽക്കാൻ മനസ്സില്ലാത്തവനെ തോൽപ്പിക്കാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. മുറിവുകൾ അടയാളങ്ങളാണ്. നിങ്ങളുടെ മുറിവുകൾ, അത് ശരീരത്തിലേതായാലും മനസ്സിലേതായാലും, അവ പരാജയത്തിന്റെ അടയാളങ്ങളല്ല, മറിച്ച് നിങ്ങൾ അതിജീവിച്ച യുദ്ധങ്ങളുടെ സാക്ഷ്യപത്രങ്ങളാണ്. നിങ്ങളെ മനസ്സിലാക്കാൻ മറ്റാരെങ്കിലും വരണമെന്ന് വാശി പിടിക്കാതെ സ്വയം എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കൂ. ആ നിമിഷം മുതൽ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങും. ഒരു സിംഹം ആരുടെയും കയ്യടികൾക്ക് കാത്തു നിൽക്കാറില്ല. അവനിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളെ ഒരു രാജാവായി കാണാൻ തുടങ്ങുന്നിടത്ത് ലോകം നിങ്ങളെ ചക്രവർത്തിയായി അംഗീകരിക്കാൻ തുടങ്ങും. കാരണം നിങ്ങൾ ജനിച്ചത് ജയിക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളോടൊപ്പം സ്നേഹപൂർവ്വം അശോക് നാരായൺ. താങ്ക് യു.